പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. നേരത്തെ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന അതിൻ്റെ മീനിങ്, അത് ജോമെട്രിക്കൽ മീനിങ് എന്താണ് അതുകൊണ്ട് വരച്ച് നമുക്ക് കാണിക്കുവാൻ പറ്റിയ ഒരു കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു, അതൊരു പോളിനോമിയൽ തന്നിരിക്കുന്നു 2x+3, അതായത് y = 2x+3 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ തന്നിരിക്കുന്നു. ആ പോളിനോമിയൽ അതിൻ്റെ ഗ്രാഫ് വരക്കണം. അപ്പോൾ ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ ഗ്രാഫ് വരക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലൊരു കളം വരക്കണം. എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കും. ഇപ്പോൾ y = 2x+3 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ y കിട്ടുവാനായിട്ട് എക്സിന് കൊടുക്കുന്ന വാല്യൂവിൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് 3 ആഡ് ചെയ്യണം. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ്. x = -2 എന്ന് കൊടുത്തു. -2 കൊടുത്തു കഴിഞ്ഞപ്പോൾ y = 2x+3 ആണ് ഇക്വേഷൻ. y = 2 × -2 + 3. 2 × -2 എന്ന് പറഞ്ഞാൽ -4 ആണ്. 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ -1. -4 + 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ -1. അപ്പോൾ എക്സിന് -2 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിയത് 1 ആയിരുന്നു. അപ്പോൾ അതിവിടെ ബ്രാക്കറ്റിൽ എഴുതി -2, -1. ഇവിടെ എഴുതണമെന്നില്ല, ഇവിടെ ഉണ്ട്. എക്സിന് -2 കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈയുടെ വാല്യൂ -1. ഇനി എക്സിന് വേറൊരു വാല്യൂ കൊടുക്കുന്നു. ഇവിടെ 2 കൊടുക്കുന്നു. 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ y = 2x+3 ആണ്. അപ്പോൾ 2 × 2 + 3, അപ്പോൾ 7 കിട്ടി. അപ്പോൾ 2, 7. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കാൻ വേണ്ട 2 പോയിന്റ് കിട്ടി. -2, -1, 2, 7. ഈ 2 ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത്. അതായത് ഇതും ഈ പോയിന്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരക്കാൻ പോകണം. നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. -2, -1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -2, വൈയുടെ വാല്യൂ -1. അത് ഈ പോയിന്റാണ്. എക്സിൻ്റെ വാല്യൂ -2 ആകുന്നത് ഇവിടെയാണ്. വൈയുടെ വാല്യൂ -1 ആകുമ്പോൾ ഇത് ഇവിടെയാണ്. അപ്പം ഈ പോയിന്റും കൂടി ചേരുന്ന ഭാഗം, ഈ ആരോ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് -2, -1 എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ്. ഇനി 2, 7. എക്സിന് 2ഉം വൈക്ക് 7. വൈയുടെ 7 ഇവിടെയാണ്. എക്സിൻ്റെ 2 ഇവിടെ 2, 7. അപ്പം 2, 7 ഇവിടെയാണ് മാർക്ക് ചെയ്തത്. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ പോയിന്റും തമ്മിൽ ഒരു നീട്ടി അങ്ങൊരു വര വരക്കുക. ഇതാണ് ഈ ഇക്വേഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നാൽ, പ്രത്യേകിച്ച് ലീനിയർ ഇക്വേഷൻ തന്നാൽ ഗ്രാഫ് വരക്കാൻ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഇത് വരക്കാൻ ചോദിക്കാറില്ല. നമുക്ക് ഇതിൽ വേറൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഇതിൽ പോളിനോമിയലിൻ്റെ സീറോ ഓഫ് ദ പോളിനോമിയൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിൽ ഇവിടെ ഈ പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ റെഡ് കൊണ്ട് ഡോട്ട് ഇട്ട ആ പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് നോക്കണം. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? ഇവിടെ 0, ഇവിടെ -1, ഇപ്പുറത്ത് -2 ആണ്. അപ്പോൾ -1.5 ആണ്. -1.5 എന്ന് പറഞ്ഞാൽ -3/2. 3/2 ആണ് 1.5. അപ്പോൾ -1.5, 0 എന്ന് കിട്ടും. അപ്പം ഇതാണ് ഈ ഗ്രാഫിൽ വരച്ച് കാണിക്കാൻ. ഈ ഗ്രാഫിൽ ആ പോളിനോമിയൽ 0 ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ y 0 ആകുന്നുണ്ട്. y കോർഡിനേറ്റ് എപ്പോഴാണ് 0 ആകുന്നത്? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് y കോർഡിനേറ്റ് 0 ആകുക? -3/2. അതായത് -1.5 എന്ന് പറഞ്ഞാൽ അത് 1.5. -1.5 എന്ന് പറഞ്ഞാൽ -3/2. 3ൻ്റെ പകുതിയാണ് 1.5. അപ്പം -3/2 എക്സിന് കൊടുക്കുമ്പോഴാണ് അത് 0 ആകുന്നത്.
അപ്പോൾ വൈയുടെ വാല്യൂ എപ്പോഴാണ് 0 ആകുന്നത്? ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ആ പോയിന്റിലാണ് വൈയുടെ വാല്യൂ 0 ആകുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? -3/2. അപ്പോൾ ഈ ഇക്വേഷനിൽ y = 2x + 3ൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് -3/2 കൊടുത്താൽ ഇത് 0. ഇതാണ് ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. -3/2 കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് 3/2 ആണ് ഇവിടെ 0 വന്നത്. അപ്പോൾ അതായത് എക്സ് ആക്സിസ് ടച്ച് ചെയ്യുമ്പോഴുള്ള എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ y കോർഡിനേറ്റ് 0 ആയിരിക്കും. The 0 of the polynomial 2x + 3 is the x coordinate of the point where the graph y = 2x + 3 intersects the x-axis. ആ ഗ്രാഫ് എക്സ് ആക്സിസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആണ് 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ. ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ 2.2 എന്ന് പറയുന്ന ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ അതായത് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇത് ഒരു ഇങ്ങനെയുള്ള ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് പാരാബോള എന്നാണ്. പാരാബോള ഷേപ്പാണ് ഇത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരച്ചത് ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫായിരുന്നു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇതുപോലെ ഇരിക്കും. അതായത് ഇത് മിക്കവാറും അത് 2 പോയിന്റിൽ ടച്ച് ചെയ്യാം. അങ്ങനെ 2 പോയിന്റിൽ ടച്ച് ചെയ്യണമെന്ന് ചിലപ്പോൾ നിർബന്ധമില്ല, ഒരു പോയിന്റിലാകാം. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് ഈ ഗ്രാഫ് ഇങ്ങനെ വന്ന് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഗ്രാഫ് വരക്കാനൊന്നും നമ്മളോട് പഠിക്കണ്ട. നിങ്ങളോട് ഒരൊറ്റ ചോദ്യം മാത്രം, എത്ര സീറോസ് ഉണ്ട്? ഇവിടെ നമുക്ക് കാണാം ഈ ഗ്രാഫ് 2 സ്ഥലത്ത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം പറഞ്ഞാൽ മതി. ഈ ഗ്രാഫ് 2 സ്ഥലത്ത് the graph of the equation intersects x-axis at 2 points. So there are 2 zeros. അത് ഏതൊക്കെയാണ്? ഇവിടെ വൈയുടെ വാല്യൂ 0 ആകുന്ന കാര്യമാണ് ഈ പറയുന്നത്. വൈയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും ആ പോയിന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആകുന്ന സ്ഥലത്ത് 0 ആകുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ 4 ആകുന്ന സ്ഥലത്തും 0 ആകുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഈ ഗ്രാഫിൽ എത്ര y 0 ആകുന്ന എത്ര പോയിന്റ് ഉണ്ട്? എത്ര പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് 2 സ്ഥലത്ത് അത് ടച്ച് ചെയ്യുന്നുണ്ട്. അത്രയും മാത്രം. ഏതൊക്കെയാണ് ആ സ്ഥലം? ഒന്ന് എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്നുണ്ട്. 2 എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകും. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. y = x² - 3x - 4 എന്നുള്ള ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1 ഇട്ട് കൊടുത്താൽ ഈ വാല്യൂ 0 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1 ഒന്ന് ഇട്ട് കൊടുക്കുക. -1² - 3 × -1 - 4. അപ്പോൾ ഇവിടെ നോക്കൂ, -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 × -1 +1 ആവും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. 3 × -1 എന്ന് പറഞ്ഞാൽ -3. ആ -3യും ഇവിടെയുള്ള മൈനസും കൂടി അത് +3 ആവും. അപ്പോൾ 1 + 3 - 4. 1 + 3 4 ആണ്. 4 - 4 0 ആണ്. സംശയം ഉണ്ടെങ്കിൽ അടുത്ത വാല്യൂവും നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോഴും വൈയുടെ വാല്യൂ 0 ആകുന്നുണ്ട്. സംശയമുള്ളവർ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചില എക്സാമ്പിളുകളാണ്. ഈ ഗ്രാഫിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട് ഈ ഗ്രാഫിൽ. കാരണം ഈ ഗ്രാഫ് ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിലും A' എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതിന് എത്ര സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? 2 സീറോ. അത്രേ ഉള്ളൂ, ഡീറ്റെയിൽ ഒന്നും വേണ്ട.
അപ്പോൾ ഇതിന് എത്ര സീറോ ഉണ്ട്? 2 സീറോ. ഓക്കെ, ഞാൻ 2 സീറോസിൻ്റെ വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റുമാണ് ഈ ഗ്രാഫിൻ്റെ, ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ഈ പോളിനോമിയലിൻ്റെ സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയൽ. അതുപോലെ തന്നെ ഇത്. ഇപ്പോൾ ഈ പോളിനോമിയലിന് എത്ര, എൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നു, ഇതിന് എത്ര സീറോ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആകെ ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പേര് എ എന്നാണ്. ഓക്കെ, ആ എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു സീറോയേ ഉള്ളൂ ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇപ്പോൾ ഈ പോളിനോമിയലിന് ഒരു സീറോ ഉള്ളൂ. അപ്പോൾ ഈ പോളിനോമിയൽ എക്സ് ആക്സിസിൽ എത്ര സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനും ഒരു സീറോ ഉള്ളൂ. ഓക്കെ, ഈ ഗ്രാഫിലൊന്ന് നോക്കുക. ഈ ഗ്രാഫിൽ എത്ര സീറോ ഉണ്ട്? ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ പറയും ഇതിന് നോ സീറോസ്. അതേപോലെ തന്നെ ഈ ഗ്രാഫും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ സീറോ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ന് പറയും നോ സീറോസ്. ഇത് x³ - 4x ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് 3 സ്ഥലത്ത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോളിനോമിയലിന് എത്ര സീറോ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 സീറോ ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? ഒന്ന് ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്, അതായത് -2. 2 ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്, അത് സീറോ തന്നെയാണ്. മറ്റൊന്ന് ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്, അത് 2 ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ പോളിനോമിയലിന് എത്ര സീറോ ഉണ്ടെന്ന് ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് ഗ്രാഫ് കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കും ഇതിന് എത്ര സീറോ ഉണ്ടെന്ന് ചോദിക്കും. വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാ ബോർഡ് എക്സാമിനും അത് ചോദിക്കാറുണ്ട്. വേറെ 2 എക്സാമ്പിൾ കൂടി തന്നിരിക്കുന്നു. ഈ ഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ കറക്റ്റ് ഈ സെൻറ്റർ പോയിന്റിൽ മാത്രമേ ഇതിവിടെ ടച്ച് ചെയ്യുന്നുള്ളൂ. ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര സീറോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സീറോ ഉള്ളൂ. ഈ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 പോയിന്റിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് വിശദമായിട്ട് നോക്കുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിൽ ഇതിലൊരു സീറോ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര സീറോ ഉണ്ടെന്ന് ചോദിച്ചാൽ ഗ്രാഫ് നോക്കി എക്സ് ആക്സിസിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ ഒന്നാമത്തെ എക്സാമ്പിളിലെ പ്രോബ്ലമാണ്. Look at the graphs in figure 2.9 given below. Each is of y equal to p of x. അപ്പോൾ p of x-ൻ്റെ സ്ഥാനത്ത് y ആണ്. അപ്പോൾ y equal to ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഇവിടെ വന്നിരിക്കുന്നത്. Where p of x is a polynomial. For each of the graphs find the number of zeros of p of x. അപ്പോൾ ഇതിലകത്തൊക്കെ വെറുതെ സിമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം ഇതിന് എത്ര സീറോ ഉണ്ട്. ഇത് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ മാത്രമാണ്. അപ്പോൾ ഒരു സീറോ. ഇതിനെത്ര സീറോ ഉണ്ട്? ഒന്നാമത്തെ ആൻസർ 1. അപ്പോൾ എന്താണ് കാരണമെന്നും കൂടി പറയണം. ബിക്കോസ് ദ ഗ്രാഫ് ഇൻറ്റർസെക്ട്സ് the x-axis at 1 point only, so it has only 1 zero. ഇവിടെ പറയുക ഗ്രാഫ് ഇൻറ്റർസെക്ട്സ് at x-axis at 2 points, so there are 2 zeros. ഇവിടെ എന്തെന്ന് പറയും? ഗ്രാഫ് ഇൻറ്റർസെക്ട്സ് at 1, 2, 3 points, so there are 3 zeros. അങ്ങനെ ഓരോന്നും പറയുക. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ്, ഒരു സീറോ, ഇതിനൊരു സീറോ, ഇതിന് 1, 2, 3, 4. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സർസൈസ് ആണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദ ഗ്രാഫ്സ് y is equal to p of x are given in figure 2.10 below for some polynomial p of x. അതായത് ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. y is a polynomial. അപ്പോൾ അതിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് പി ഓഫ് എക്സ്. എത്ര സീറോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. പി ഓഫ് എക്സ് എപ്പോഴൊക്കെ സീറോ ആവുന്നു. അപ്പോൾ ഇത് ഗ്രാഫിൽ നമ്മൾ ഇതിന് സീറോ ഉണ്ടാ, ഇതിന് നോ സീറോ ബിക്കോസ് ദ ഗ്രാഫ് ഡസ് നോട്ട് ടച്ചസ് ദ എക്സ് ആക്സിസ്. ഇവിടെ നമ്മൾ നോക്കിയാലോ, ഇറ്റ് ഹാസ് 1 0 ബിക്കോസ് ദ graph of the polynomial touches x-axis, intersects x-axis at 1 point. ഇതിന് ചോദിച്ചാൽ 1, 2, 3. അപ്പോൾ
ഇവിടെ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതും. ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ ഇന്റർസെക്ട് എക്സ് ആക്സിസ് അറ്റ് 3 points. സോ ദർ ആർ 3 zeros. ഒരു മൂന്ന് പ്രോബ്ലം കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇതിലകത്ത് എത്ര സീറോ ഉണ്ട്? 1 2. ഇതിനകത്ത് എത്ര ഉണ്ട്? 1 2 3 4. ഇതിനകത്ത് എത്ര ഉണ്ട്? 1 2 3. അതിൻ്റെ കാരണവും കൂടി വ്യക്തമായി എഴുതി. എന്താ കാരണം? ദ ഗിവൺ ഗ്രാഫ് ഇന്റർസെക്ട്സ് അറ്റ് എക്സ് ആക്സിസ് അറ്റ് 1 point ആണെങ്കിൽ 1 point, 2 point ആണെങ്കിൽ 2 point. സോ 2 point ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ therefore there are 2 zeros. ഇത് പറഞ്ഞ രീതിയിൽ തന്നെ ഒന്നാമത്തെ എക്സർസൈസ് വളരെ ചെറിയ എക്സർസൈസ് ആണ്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും പഠിച്ചു? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു. പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചു. പോളിനോമിയലിൻ്റെ സീറോസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെയാണ് ഗ്രാഫിൽ വരക്കുന്നത് എന്ന് പഠിച്ചു. പിന്നെ നമുക്ക് വരാവുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഏതെങ്കിലും ചോദ്യം മിക്കവാറും എല്ലാ ബോർഡ് എക്സാമിനും ഒരു ഒരു മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 തന്നിട്ട് ഹാഫ് വീതമുള്ള 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ.